ചെറുകഥ തൂക്കുകയർ. രചന തോമസ് കാവാലൻ. ഈ കഥയിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും തീർത്തും സാങ്കല്പികമാണ്. അതിനുള്ള സാദൃശ്യം അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ്. പ്രതിയുടെ പ്രായമോ കുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെ അവസ്ഥയോ ഒന്നും തന്നെ പ്രതിയോട് കരുണ കാണിക്കാൻ മതിയായ കാരണങ്ങളല്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ, ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ മരണം വരെ തൂക്കിലിടാൻ വിധിക്കുന്നു. വിധിവാചകം കേട്ട് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന സുധർമ്മയുടെ മുഖം കടലാസുപോലെ വിളറിയിരുന്നു. എങ്കിലും ആ മുഖത്ത് യാതൊരുവിധ ഭാവഭേദങ്ങളും വരാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് പോലീസ് ജീപ്പിലേക്ക് ധൃതിയിൽ അവളെ കയറ്റി. അവളുടെ ചുറ്റും ഒരു കൂട്ടം പോലീസുകാർ ഉണ്ടായിരുന്നു. ഇടതും വലതും 2 വനിതാ പോലീസുകാർ. വൈകുന്നേരം 5 മണിയോടുകൂടി അവളെ വനിതാ ജയിലിൽ അടച്ചു. ജയിൽ അധികൃതർ നൽകിയ പുതിയ വസ്ത്രം ധരിച്ച് അവിടെ തറയിലിരിക്കുമ്പോൾ അവളുടെ ഓർമ്മ പഴയ കാലത്തേക്ക് പാഞ്ഞു. 5 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ യുവജനോത്സവ വേദിയിൽ വെച്ചാണ് അവൾ രാജേഷിനെ പരിചയപ്പെട്ടത്. ഒരേ സ്ഥലത്ത് നിന്നുള്ളവരായിരുന്നെങ്കിലും വ്യത്യസ്ത സ്കൂളുകൾ പഠിച്ചിരുന്നത് കൊണ്ട് ലളിതഗാനത്തിൽ മത്സരിക്കാൻ വേണ്ടിയാണ് അവിടെ രണ്ടുപേരും എത്തിയത്. മത്സരത്തിൽ 1-ാം സ്ഥാനം രാജേഷിനായിരുന്നു. അവൾക്ക് സ്ഥാനമൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, B ഗ്രേഡ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. എങ്കിലും അവൾ അതിൽ വളരെയധികം സന്തോഷിച്ചിരുന്നു. അവൻ്റെ മധുരതരമായ ശബ്ദം അവളെ വളരെയധികം ആകർഷിച്ചു. പിന്നീട് ആ ബന്ധം സ്നേഹത്തിലേക്കും പ്രണയത്തിലേക്കും നീങ്ങുകയായിരുന്നു. പിന്നീട് ഒരു ദിവസം പട്ടത്തിലെ ഒരു പ്രമുഖ ഷോപ്പിംഗ് മാളിൽ വെച്ച് സുധർമ്മ രാജേഷിനെ കണ്ടു. ഒരുപാട് നാളായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തൊക്കെയോ പറയണമെന്ന്. സുധർമ്മ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണെങ്കിലും രാജേഷാണ് അത് ആദ്യമായി പറഞ്ഞത്. സമയമുണ്ടെങ്കിൽ വൈകിട്ട് മുനിസിപ്പൽ പാർക്കിൽ വെച്ച് കാണാം, സുധർമ്മ പറഞ്ഞു. പറഞ്ഞ സമയത്തിന് നേരത്തെ തന്നെ സുധർമ്മ പാർക്കിൽ എത്തിച്ചേർന്നു. താൻ എത്രമാത്രം രാജേഷിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. വന്നിട്ട് ഒരുപാട് സമയമായോ? പാർക്കിൽ എത്തിച്ചേർന്നപ്പോൾ രാജേഷ് ക്ഷമാപണ സ്വരത്തിൽ ചോദിച്ചു. ഇല്ല, വന്നതേ ഉള്ളൂ. ഒത്തിരി നേരത്തെ എത്തിച്ചേർന്നെന്ന് അറിഞ്ഞാൽ സ്വയം ഒറ്റുകൊടുക്കുന്നത് പോലെയായി പോകുമെന്ന് സുധർമ്മയ്ക്ക് തോന്നി. താൻ ITIക്ക് ചേർന്ന് വലിയ കോളേജിലൊന്നും പോയി പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി കുടുംബത്തിനില്ല. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ രോഗിയാണ്. പ്രത്യേക പണിയൊന്നുമില്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയണമെന്ന് ഞാൻ വളരെ നാളായി ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളാണ്. ധർമ്മ ഉയർന്ന ജാതിയിൽപ്പെട്ടയാൾ. അത് പറയുമ്പോൾ രാജേഷിന്റെ സ്വരവും കൈയും വിറയ്ക്കുന്നുണ്ടായിരുന്നു. പാർക്കിലെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ള ഒരു കമ്പി രാജേഷ് ശക്തിയായി പിടിച്ചു. വിറയിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നത് സുധർമ്മ ശ്രദ്ധിച്ചു. ഞാൻ ചെന്നൈയിലെ ഒരു കോളേജിൽ MAക്ക് ചേർന്നു. ജേർണലിസം പഠിച്ചു. ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിലോ ചാനലിലോ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയാണ്. അവർ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. നീയല്ലാതെ മറ്റാരും എനിക്ക് ജീവിതത്തിൽ ആശ്രയിക്കാനില്ല. ജാതിയും മതവും നോക്കിയാണോ ഒരാൾ ഇഷ്ടപ്പെടുന്നത്? സുധർമ്മ ചോദിച്ചു. പ്രേമത്തിൻ്റെ തീഷ്ണതയിൽ അവൾ അന്നെന്തൊക്കെയോ രാജേഷിനോട് പറഞ്ഞു. ആ ബന്ധം വളർന്നു. ശാരീരികമായ അടുപ്പത്തിലേക്ക് നീങ്ങുവാൻ അധികകാലം വേണ്ടി വന്നില്ല. കാരണം രാജേഷിന്റെ ഒരു ഉറ്റ സുഹൃത്ത് സജീന്റെ വീട്ടിൽ അവർക്ക് സ്ഥിരം കാണുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. സജീന്റെ മാതാപിതാക്കൾ വിദേശത്തായിരുന്നുകൊണ്ട് അവർ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഒരു സ്ത്രീ തനിക്കുള്ളത് സകലതും ഒരു പുരുഷന് കാഴ്ചവെക്കുമ്പോൾ അവളുടെ മനസ്സിൽ സ്നേഹമല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക? പുരുഷന് പല കാരണങ്ങളും ഉണ്ടാവും സ്ത്രീയുമായി ബന്ധപ്പെടാൻ. പക്ഷെ സ്ത്രീക്ക് ഒരേ ഒരു കാരണം മാത്രം, സ്നേഹം. എന്തേ ഈ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല? സ്ത്രീകൾക്ക് പോലും സ്ത്രീകളെ മനസ്സിലാകുന്നില്ലെന്ന് വന്നാൽ പ്രാണന് തുല്യം സ്നേഹിച്ച ഒരു പുരുഷനെ ഒരു സ്ത്രീ നിഷ്കരണം കൊലപ്പെടുത്തുമോ? അഥവാ കൊലപ്പെടുത്തിയാൽ തന്നെ തനിക്ക് തക്കതായ കാരണങ്ങൾ ഉണ്ടാകില്ലേ? എന്തേ നീതിപീഠങ്ങളും ന്യായാധിപന്മാരും അത് മനസ്സിലാക്കുന്നില്ല? രാജേഷുമായുള്ള ബന്ധം പെട്ടെന്ന് വഷളാകാൻ വരെ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ഒരു പ്രവാസി ഇന്ത്യക്കാരൻ സുധർമ്മയെ പെണ്ണ് കാണാൻ വന്നു. അയാൾ വളരെ സമ്പന്നനായിരുന്നു. എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുവന്റെ കൂടെ നീ പോവുകയാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എനിക്ക് നിന്നെ മറക്കാൻ കഴിയുമോ? നിനക്ക് എങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്. സുധർമ്മ അത് പറയുമ്പോൾ അവളുടെ സ്വരം പതറിയിരുന്നു. പുരുഷന്റെ മനസ്സ് ഇത്ര ഇടുങ്ങിയതാണ്. എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല. സംശയത്തിന്റെ നിഴൽ മനസ്സിൽ വീണാൽ അതൊരു പൊട്ടിയ പളങ്കുപാത്രമായി മാറും. അതിനുശേഷം അവർ തമ്മിലുള്ള ബന്ധം തുടർന്നു. ഒരു ദിവസം സുധർമ്മയുമായ കൂടിച്ചേർന്ന ശേഷം സജിന്റെ വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങിയ രാജേഷിനെ പിടിച്ചു നിർത്തിയിട്ട് സുധർമ്മ 2 ചോക്ലേറ്റ് കൊടുത്തു. അവളുടെ ഒരു ബന്ധു വിദേശത്തു നിന്ന് വന്നപ്പോൾ കൊടുത്തതായിരുന്നു. കുറേ ചോക്ലേറ്റുകൾ. അത് 2 എണ്ണം രാജേഷിന് വേണ്ടി അവൾ മാറ്റി വെച്ചിരുന്നു. പോകുന്ന വഴി തന്നെ ചോക്ലേറ്റുകൾ 2ഉം രാജേഷ് തിന്നു. പക്ഷെ അന്ന് തന്നെ വയറിളകി കിടപ്പിലായിപ്പോയി രാജേഷ്. അന്ന് വൈകിട്ട് അവൻ സുധർമ്മയെ വിളിച്ചു ചോദിച്ചു, എന്ത് ചോക്ലേറ്റാണ് നീ തന്നത്? എൻ്റെ വയറിളകി, ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ. നീ അതിലെന്തെങ്കിലും ചേർത്തിരുന്നു?
രാജേഷിന്റെ ബലഹീനമാണെങ്കിലും സംശയം നിറഞ്ഞ ശബ്ദം കേട്ട് സുധർമ്മ തകർന്നുപോയി. സ്നേഹിക്കുന്ന പുരുഷന് ചോക്ലേറ്റിൽ എന്ത് കലർത്തി കൊടുക്കാനാണ്? വിഷം. തന്നെ ഇപ്പോഴും രാജേഷ് മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വളരെയധികം ദുഃഖം. സാവധാനം ബന്ധം വഷളാവുകയായിരുന്നു. ശാരീരികമായി ഇടയ്ക്കിടെ ബന്ധപ്പെടുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ സംശയം ബലപ്പെട്ടുകൊള്ളും. ഒരുപക്ഷെ രാജേഷിന്റെ മനസ്സ് വികൃതമാണെങ്കിലും സംശയിക്കുന്ന മനസ്സുള്ള ഒരാളുമായി എങ്ങനെ ജീവിതകാലം മുഴുവൻ കഴിച്ചു? വളരെയധികം ആലോചിച്ചു. ഒരുപക്ഷെ അവളുടെ മനസ്സും കൈവിട്ടു പോവുകയാണോ എന്ന് അവൾ വിചാരിച്ചു. അന്ന് അവസാനമായി പട്ടണത്തിലെ ഒരു പ്രസിദ്ധ ഹോട്ടലിൽ നിന്ന് ഷവർമ്മ വാങ്ങിയാണ് സജിന്റെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും കൂടി പോയത്. വീട്ടിലെത്തിയപ്പോൾ സജിൻ അവിടെ ഉണ്ടായിരുന്നു. 3 പേരും കൂടി ഭക്ഷണം കഴിച്ചു. അപ്പോൾ രാത്രി വളരെ വൈകിയിരുന്നു. ഏകദേശം 11 മണി. പെട്ടെന്ന് രാജേഷ് ബോധം കെട്ട് വീഴുകയായിരുന്നു. ഉടൻ തന്നെ രണ്ടുപേരും കൂടി രാജേഷിനെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ രാജേഷ് കണ്ണു തുറന്നപ്പോൾ സുധർമ്മ സന്തോഷിച്ചു. അപകടനില തരണം ചെയ്തു എന്നവൾ വിചാരിച്ചു. ബോധം വീണ രാജേഷ് സുധർമ്മയോട് ചോദിച്ചു, നീ എന്നെ പെടുത്തുകയായിരുന്നല്ലേ? ആ വാക്കുകൾ കേട്ട് സുധർമ്മയുടെ നെഞ്ച് തകർന്നുപോയി. സ്നേഹത്തോടെ നൽകിയ ആഹാരത്തിൽ വഞ്ചനയുടെ വിഷം പുരട്ടുകയോ? സുധർമ്മയ്ക്ക് അത് ഓർക്കാവുന്നതിലപ്പുറമായിരുന്നു. ബോധം വീണ ഉടൻ തന്നെ ഡോക്ടർ വന്നു. ഡോക്ടറുടെ ചോദ്യത്തിന് രാജേഷ് അത് തന്നെ മറുപടി പറഞ്ഞു. ഏതോ മാരകമായ വിഷം അവന്റെ ഉള്ളിൽ ചെന്നതായി അവൻ സംശയിച്ചിരുന്നു. അത് സുധർമ്മ അവനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണെന്നായിരുന്നു അവന്റെ അവസാന മൊഴി. അത് മരണമൊഴിയായി. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്നോ എവിടെയോ വായിച്ച ആപ്തവാക്യം അവളുടെ മനസ്സിലേക്ക് വന്നു. അന്ന് രാത്രി ജയിലറയിൽ ആരോ ഭക്ഷണം കൊണ്ടുവച്ചെങ്കിലും അവളൊന്നും കഴിച്ചില്ല. രാത്രി കുറച്ചു നേരം മയങ്ങിയെങ്കിലും കണ്ടത് മുഴുവൻ തൂക്കുകയറായിരുന്നു. കൊലക്കയറും കയ്യിൽ പിടിച്ച് ആരാച്ചാർ വന്ന് ഗംഭീര സ്വരത്തിൽ അവളെ വിളിച്ചു, സുധർമ്മ, 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 സുധർമ്മ. എത്ര പ്രാവശ്യമായി വിളിച്ചിട്ടുണ്ടാവുന്ന സുധർമ്മയ്ക്ക് തന്നെ ഓർമ്മയുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും സുധർമ്മ പേടിച്ച് വിറച്ച് ചാടി എഴുന്നേറ്റു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അവളുടെ വയർ നന്നായി കാണുന്നുണ്ടായിരുന്നെങ്കിലും ഭക്ഷണത്തെ അവൾ വെറുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ മറ്റൊരാളുമായി സെല്ലിലേക്ക് വന്നൊരു പേപ്പർ നീട്ടിയിട്ട് പറഞ്ഞു, ഇതിൽ ഒപ്പിടണം, അപ്പീൽ പോകാനാണ്. അപ്പീൽ. തകർന്ന ജീവിതം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുമ്പോഴും അവളുടെ മനസ്സ് ആരും കാണുന്നില്ലല്ലോ എന്ന വ്യസനമായിരുന്നു അവൾക്ക്. മനസ്സിന്റെ വിഷമങ്ങൾ ആരോടാണ് പങ്കുവെക്കുക? അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ തകർന്നു പോയ ഒരു കണ്ണാടി പൂർവ്വസ്ഥിതിയിലാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അവർ പോയി കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം അവൾ ജയിലരികളിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെയിരുന്നു ചിന്തിച്ചു. ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തീനാമ്പുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു.